സംപൂജ്യരായ ശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. ആരാധ്യനായ കേരള DGP ശ്രീ TP സെൻകുമാറിനെ കുറിച്ച് ഒരു നല്ല മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പിൽ IISHൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഷിജു അപ്ലോഡ് ചെയ്തത് ചില വാക്കുകൾ മാറ്റി ഞാനത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ധന്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് അതൊന്ന് വായിക്കണമെന്ന് തോന്നിയത്. ഞാനത് അതേപോലെ വായിക്കാം. ചില വാക്കുകൾ മാത്രം എഡിറ്റ് ചെയ്തിട്ട് സമർപ്പിക്കാം. ഇന്ന് ആരാധ്യനായ കേരള DGP ശ്രീ TP സെൻകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്ന് വിരമിക്കുന്നു. സർക്കാർ അധികാരമേൽക്കും വരെ, ഇന്നത്തെ സർക്കാർ അധികാരമേൽക്കും വരെ TP സെൻകുമാർ എന്ന ഉദ്യോഗസ്ഥനെ എല്ലാവരും കണ്ടിരുന്നത് സത്യസന്ധനും നീതിമാനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലായിരുന്നു. പക്ഷേ അദ്ദേഹം പടിയിറങ്ങുന്നത് ചരിത്രം സൃഷ്ടിച്ചാണ്. സത്യസന്ധൻ, നീതിമാൻ, പ്രൊഫഷണൽ എന്നീ പട്ടങ്ങൾക്കൊപ്പം മികച്ച ഒരു പോരാളി എന്ന പരിവേഷവും അദ്ദേഹത്തിന് കിട്ടി. ഇക്കാര്യത്തിൽ അദ്ദേഹവും ഇന്ത്യയിലെ എല്ലാ സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥരും കേരളത്തിൻ്റെ ഭരണകർത്താക്കളുടെ ധാർഷ്ട്യത്തിന് നന്ദി പറയുന്നു. കേരളം ഭരിക്കുന്ന വ്യക്തികളുടെ ധാർഷ്ട്യമില്ലായിരുന്നെങ്കിൽ ഒരു സാധാ വിരമിക്കൽ മാത്രമാകുമായിരുന്നു TP സെൻകുമാറിൻ്റേത്. കഴിവുകെട്ടവനെന്ന് മുദ്രകുത്തി കറിവേപ്പില പോലെ TP സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവി എന്ന പദവിയിൽ നിന്ന് മാറ്റിയപ്പോൾ TP സെൻകുമാറിനെ തളർത്തുകയല്ല അത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പോരാളിയെ ഉണർത്തുകയാണ് ചെയ്തത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി പ്രവർത്തകരുടെയും ഗുണ്ടകളുടെയും പാർട്ടി നേതാക്കന്മാരെയും എല്ലാം തൂക്കി അകത്തിട്ടതിൻ്റെ പക ആ പാർട്ടി TP സെൻകുമാറിനോട് കാട്ടിയപ്പോൾ താൻ ചെയ്തത് രാജ്യത്തെ നിയമങ്ങൾ സത്യസന്ധമായി നടപ്പാക്കുക മാത്രമാണ് എന്ന വിശ്വാസം അദ്ദേഹത്തെ പോരാടാൻ പ്രാപ്തനാക്കി കാണും. സത്യം പറഞ്ഞാൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയ സർക്കാർ നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിന് TP സെൻകുമാർ തുനിഞ്ഞപ്പോൾ ഒരാളും കരുതിയില്ല സെൻകുമാറിന് അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും കേരള ഹൈക്കോടതിയും സെൻകുമാറിൻ്റെ അപ്പീൽ തള്ളിയപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും എഴുതി തള്ളി. പാർട്ടിക്കാർ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. മുഖ്യമന്ത്രി വരെ നിയമസഭയിൽ TP സെൻകുമാർ പുതിയ ലാവണത്തിലേക്ക് പോകാനുള്ള ശ്രമമാണെന്ന് വരെ പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി പ്രക്ഷ സിംഗ് ബദൽ കേസിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ മുഖ്യമന്ത്രി ചീട്ട് കീറി കോടതി വിധിക്കെതിരെ നാടകം കളിച്ച വിജയൻ സഖാവ് പിഴ ഒടുക്കി പിന്നെയും നാണം കെട്ടു. ചീഫ് സെക്രട്ടറി മാപ്പപേക്ഷിച്ച് ജയിലിൽ പോകാതെ രക്ഷപ്പെടേണ്ടി വന്നു. ഇവിടെ സുപ്രീം കോടതി വിധിയിലൂടെ TP സെൻകുമാറിനെ തിരികെ പോലീസിൻ്റെ തലപ്പത്ത് നിയമിച്ചതിലൂടെ വിജയിച്ചത് TP സെൻകുമാർ മാത്രമല്ല, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയാണ്. തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവരെ ഒതുക്കുക എന്ന രാഷ്ട്രീയക്കാരുടെ നയം ഇനി മുതൽ ഇന്ത്യയിൽ നടപ്പാക്കാൻ പാടുപെടും. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് സത്യസന്ധമായി സ്വതന്ത്രമായി നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന സന്ദേശവും അതിനകത്തുണ്ട്. സുപ്രീം കോടതി ചരിത്രപരമായ വിധിയിലൂടെയാണ് ഈ അവകാശം നൽകിയത്. TP സെൻകുമാറിൻ്റെ പോരാട്ട വീര്യം ഉണർവ് നൽകിയത് ഇന്ത്യയിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്കാണ്. ഇന്ത്യയിലെ സിവിൽ സർവീസ് ചരിത്രത്തിലും നിയമപുസ്തകത്തിലും TP സെൻകുമാർ എന്ന പേര് ജനാധിപത്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നിടത്തോളം കാലമുണ്ടാകും. അന്തസ്സോടെ തന്നെയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. കഴിവുകെട്ടവനെന്ന് മുദ്രകുത്തി വൈരാഗ്യം തീർത്ത ആളുകളുടെ മുമ്പിലൂടെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസിന്, ഇന്ത്യൻ സിവിൽ സർവീസിന് പുത്തനുണർവും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കോടതി വിധിയും സമ്മാനിച്ചാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. ഇതാണ് പോരാളി, ഇതാണ് പോരാട്ടം, ഇതാണ് പോരാട്ട വീര്യം. ആരാധ്യനായ ശ്രീ TP സെൻകുമാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജും പ്രവർത്തകരും, ഭാരതത്തെ സ്നേഹിക്കുന്നവരും ഭാരതീയ സംസ്കാരത്തെ ആരാധിക്കുന്നവരും, ഈ രാഷ്ട്രം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലെത്തണമെന്ന് പ്രാർത്ഥിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കൂപ്പുകൈകളോടെ ഈ ദിവസം പറയുന്നു. ഞാൻ ഈ സന്ദേശം നൽകുന്നത് അമേരിക്കയിലെ ഡിട്രോയിറ്റിലാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ
അദ്ദേഹം പടിയിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും വീട്ടിൽ ചെന്നൊന്ന് കണ്ട് പ്രണമിച്ച് വരുമായിരുന്നു. ഏതായാലും തിരിച്ചെത്തിയാൽ ആരാധ്യനായ ഡോക്ടർ ടി പി സെൻകുമാർ എന്ന ഭാരതീയ പൗരൻ്റെ മുമ്പിൽ വണങ്ങിക്കൊണ്ട് പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം.